ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെനോനായിട്ടുള്ള ഒരു മോർണിംഗ് റുട്ടീനാണ്. എങ്ങനെയാണ് അവൻ്റെ മോർണിംഗ് സ്പെൻഡ് ചെയ്യണേ എന്നുള്ളത് ഒന്ന് ഡോക്യുമെൻറ്റ് ചെയ്ത് വെക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ അവൻ്റെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ഞങ്ങളെ പിന്നെ എങ്ങനെ ഉണർത്താമെന്നുള്ളതാണ്. സൗണ്ട് ഉണ്ടാക്കിയും ഞങ്ങളെ ഉപദ്രവിച്ചും ഒക്കെ ഞങ്ങളെയും അവനെ എണീപ്പിക്കും. ഇപ്പോൾ ലെനോന് 6 മന്ത് കംപ്ലീറ്റ് ആയി. സോ ഞങ്ങൾ സോളിഡ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അവനെ സെറ്റാക്കി ഫുഡ് കൊടുക്കുക എന്നുള്ളതാണ് ഒരു മെയിൻ ടാസ്ക്. ഇന്നലെ എൻ്റെ ഫുഡ് വന്നിട്ട് ക്യാരറ്റ് ആൻഡ് പൊട്ടാറ്റോ പ്യൂരിയാണ്. 6 മാസം കഴിഞ്ഞ കുട്ടികളിൽ നമ്മൾ സോളിഡ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫ്രൂട്ട്സ് ആവട്ടെ വെജിറ്റബിൾ ആവട്ടെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഓരോ ഫുഡും അവർക്ക് സെപ്പറേറ്റ് ഒരു 3 ദിവസമെങ്കിലും കൊടുത്തു നോക്കി അലർജിയും കാര്യങ്ങളും ഒന്നും ഇല്ല എന്ന് കൺഫേം ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളത് മിക്സ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഓരോ കുട്ടികളും ഓരോ ഫുഡിനോട് പല രീതിയിലായിരിക്കും റിയാക്ട് ചെയ്യുക. ചില കുട്ടികൾക്ക് പൊട്ടാറ്റോ ഗ്യാസ് ട്രബിൾസ് ഒക്കെ ഉണ്ടാക്കും. സോ നമ്മൾ ആ ഫുഡ് കൊടുക്കുമ്പോൾ അവർക്കത് കറക്റ്റായിട്ട് ഡൈജസ്റ്റ് ആവുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ പരമാവധി 2 വയസ്സ് വരെ കുട്ടികളിൽ ഷുഗറും സോൾട്ടൊന്നും ഇൻട്രൊഡ്യൂസ് ചെയ്യാതിരിക്കുക. സോളിഡ്സ് തുടങ്ങുന്നതിനൊക്കെ മുന്നേ തന്നെ ഞാൻ അവന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിലെനിക്ക് ഏറ്റവും യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു സ്റ്റീമറാണ് കേട്ടോ. ഇത് വളരെ ലൈറ്റ് വെയ്റ്റും ആണ്. ഏത് പാത്രത്തിൽ വേണമെങ്കിലും വെച്ച് യൂസ് ചെയ്യാനും പറ്റും. അങ്ങനെ വെജിറ്റബിൾസൊക്കെ ഒന്ന് സ്റ്റീം ചെയ്യാൻ വെച്ചതിന് ശേഷം പിന്നെ ലെനുവിനെ ഞാൻ കുളിപ്പിക്കാനായിട്ട് കൊണ്ടുപോകും. ആ നേരം കൊണ്ട് നമ്മൾ സ്റ്റീം ചെയ്യാൻ വെച്ചിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്മാഷ് ചെയ്തും കൊടുക്കാം, ഇല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് പ്യൂരി ആക്കിയിട്ടും കൊടുക്കാം. ഇവനിപ്പോൾ സോളിഡ്സ് നമ്മൾ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ പ്യൂരി ആക്കിയിട്ടാണ് കൊടുക്കുന്നത്. ഞാൻ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ. അൺഫോർച്ചുനേറ്റ്ലി അവൻ ആ ഫുഡ് ഇഷ്ടപ്പെട്ടില്ല. കാരണം പൊട്ടാറ്റോ ശരിക്കും സ്മാഷ് ചെയ്തിട്ട് ആഡ് ചെയ്യാണ് കേട്ടോ നല്ലത്. ക്യാരറ്റ് മാത്രം നമ്മൾ മിക്സിയിൽ പ്യൂരി ആക്കിയിട്ട് പൊട്ടാറ്റോ സ്മാഷ് ചെയ്തിട്ട് ആഡ് ചെയ്യാം. ഇത് ഞാൻ പൊട്ടാറ്റോ മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തപ്പോൾ അതിനൊരു സ്റ്റിക്കി കൺസിസ്റ്റൻസി ആയി. സോ അതവന് കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അവൻ തീരെ കഴിച്ചില്ല. പിന്നെ ഞാൻ അവനെ ഫീഡ് ചെയ്ത് ഉറക്കി. അപ്പോൾ അവർ ഫുഡ് കഴിച്ചില്ല എന്ന് വെച്ചിട്ട് നമ്മൾ ശരിക്കും പാനിക് ആവേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ഇയർ വരെ മിൽക്ക് തന്നെയാണ് അവരുടെ മെയിൻ ഫുഡ് എന്ന് പറയുന്നത്. ഇത് ജസ്റ്റ് കോംപ്ലിമെൻ്ററി ആണ്. അവർക്ക് ഫുഡിൻ്റെ ടേസ്റ്റ് അറിയാനും ടെക്സ്ചേഴ്സ് അറിയാനൊക്കെ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റു. ഇവൻ്റെ ഉറക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറി വന്നാൽ ഒരു അരമണിക്കൂർ, അതിലും കൂടുതലൊന്നും ഇവൻ പകൽ സമയത്തൊന്നും ഉറങ്ങില്ല. പിന്നെ ഈവനിങ് ആയപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് പാർക്കിലൊക്കെ പോയി.
അപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെയൊന്നും അല്ല കേട്ടോ. ചില ദിവസങ്ങളിൽ അവൻ്റെ മൂഡനുസരിച്ച് ഞങ്ങളുടെ മൂഡനുസരിച്ചിടും ചില മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കൂടെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യുക കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.